പറ്റത്തില്ല, എനിക്ക് ജിൻഹാന്റെ അടുത്തിരിക്കാൻ വയ്യ എന്നിന് ഇവനും പറഞ്ഞോടെ അവരെല്ലാരും കൂടെ ചിരിക്കും. അപ്പരാണ് ഇത് കണ്ട് സാക്ഷ്യം, നീയൊന്നും പേടിക്കണ്ട ഷെങ്, ഈ തവണ ഞാനായിരിക്കും ലാസ്റ്റ് എന്നിന് അവള് സന്തോഷത്തിരിക്കും. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ അവളും അവന്റെ അടുത്ത് സംസാരിക്കും. എടാ ഷെങ്, നിനക്ക് ജിൻഹാന്റെ അടുത്ത് ഇരിക്കുന്നല്ലേ പ്രശ്നം, അങ്ങനെയാണ് നീ ലാസ്റ്റ് മാർക്ക് വാങ്ങിക്കല്ലേ എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും കിങ് കോങ്, ലാസ്റ്റ് മാർക്ക് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാ വാങ്ങിക്കുന്നത്, പിന്നെ എങ്ങനെ ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ഒക്കെ വരുന്നത് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ശരി എങ്കിൽ പിന്നെ ഞാൻ പറയാൻ നീ കേക്ക്, ഒരേശം നീ ലാസ്റ്റ് ആണെങ്കിൽ ജിൻഹാന്റെ അടുത്തിരിക്കും, അത് നിനക്ക് വേണോ എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും പേടിച്ചിട്ട് എനിക്കൊന്നും വേണ്ട, അതിനുമ്പോ ഞാൻ സ്കൂളിൽ വരായിരിക്കുന്നത് എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും അതാ പോയിന്റ്, നീ ഇപ്പൊ നല്ലോണം പഠിക്കുവാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് വാങ്ങിക്കും, പക്ഷെ സെക്കൻഡ് ലാസ്റ്റ് വന്നാ നീ ലിങ്ഷിയുടെ അടുത്ത് ഇരിക്കാൻ വരും എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവൻ മൊത്തം ഷോക്കായി, ലിങ്ഷിയുടെ അടുത്ത് ഞാൻ ഇരിക്കണം എന്നിന് അവൻ അതൊക്കെ ആലോചിച്ച് നോക്കും. അയ്യോ ലിങ്ഷി മോളെ എന്തോ പ്രശ്നം, എന്തിനാ ഇങ്ങനെ ദീർഘശ്വാസം വിടുന്നത് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത് നിന്റെ ഫ്രണ്ട് നോക്ക് ഒരു ഡേഞ്ചർ ഉണ്ട് എന്നിന് ഇവളും പറയുമ്പോൾ തന്നെ അവന്റെ ഫേസിനകത്ത് ഫുള്ളും ഫുഡ് വീഴും. അങ്ങനെ ക്ലാസ് സമയത്ത് ഇവനും ബാസ്കറ്റ്ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ അവൾ അടുത്തിരുന്ന് വാൺ ചെയ്തോണ്ടിരിക്കും. എടാ ഷെങ്ങെ നിന്റെ പുറയിലോട്ട് നോക്ക്, ടീച്ചർ നിന്നെ പൊക്കി എന്നിന് അവളുടെ കൂടെ ഡിസ്ക്രിമിനേറ്റ് ആണെന്ന് അവ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പരാണ് അവളും പറയുന്നത് ഷെങ്, നീ അവിടെ നിന്ന് ജയിച്ച് ലാസ്റ്റിന് 3rd പൊസിഷൻ വന്നിരുന്നാലും അവിടെ നിനക്ക് ലീല കാണും, അതുകൊണ്ട് നീ മാക്സിമം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം, അത് ഞാൻ സപ്പോർട്ടിനാണ്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഒരുമിച്ച് പഠിക്കാന്നോ, എങ്കിൽ പിന്നെ ഓക്കെ ഞാൻ റെഡി എന്നിന് ഇവളും ബുക്ക് എടുത്ത് അവനെ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പനാണ് അവനും ചോദിക്കുന്നത് അത് പിന്നെ ഞാൻ ഇതിലൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, അപ്പൊ നമ്മൾ ആദ്യം ഏതാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവൾക്കോലും അതറിയാതെ ആലോചിച്ചോണ്ടിരിക്കും. ഷെങ്, നമ്മൾ പഠിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്ത് നോക്കാം, ജിൻഹാൻ ആകട്ടെ എല്ലാ സമയത്തും ക്ലാസ് തുടങ്ങുന്ന മുമ്പേ അവൻ പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ റിവൈസ് ചെയ്ത് വയ്ക്കും, എങ്കിൽ പിന്നെ അടുത്ത മാത്സിന് മുമ്പേ നമ്മൾ അതൊക്കെ പഠിച്ചു വയ്ക്കാം, അപ്പൊ നമുക്കെല്ലാം ഈസി ആയിട്ട് കിട്ടും ഏതിന് ഇവളും ഷെങ്ങിനെ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പനാണ് അവനത് കണ്ടിട്ട് സാക്ഷി നീ എഴുതിയേക്കുന്ന പൊട്ടത്തെറ്റാ, ഇത് സ്ക്വയറാ ഏതിന് ഇവനെ പഠിപ്പിക്കാമെന്ന് അവളെ ഷെങ് അവസാനം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പനാണ് അവിടേക്ക് അവന്റെ കൂട്ടുകാരന്മാരും വന്നിട്ട് എടാ ഷെങ് ഞങ്ങളുടെ ചെലവ് വാ നമുക്ക് ഫുഡ് കഴിക്കാം ഏതിന് അവന്മാർ വിളിക്കുമ്പോഴാണ് അവനും പോടാറക്കാ എനിക്ക് പഠിക്കണം, പഠിക്കുന്ന പയ്യനെ ഇങ്ങനെ ശല്യപ്പെടുത്താതെ ഏതിന് ഇവനും പറഞ്ഞോടെ അവന്മാർക്ക് നൊന്തവും ഷെങ് നീ പഠിക്കാൻ പോന്നോ, അപ്പൊ ഇന്നാണ് ലോകം അവസാനിക്കാൻ പോന്നെ ഏതിന് അവന്മാരാക്കുമ്പോഴാണ് ഇവനും എടാ ഞാനൊന്നും ആരും കൊല്ലാൻ പോകുന്നില്ലല്ലേ, പഠിക്കാനല്ലേ ഇത്രയ്ക്കും ഓവറാക്കണോ ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവന്മാർ എഴുന്നേറ്റ് വന്നത് നീ കൊല്ലാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചേനെ, പക്ഷെ പഠിക്കുന്ന ഞങ്ങൾക്ക് സമ്മതിക്കാൻ വയ്യ ഏതിന് അവന്മാർ അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്ലാസ് ടീച്ചറും വന്ന് മാത്സ് എടുക്കും. അപ്പോഴാണ് മിക്കുള്ളവരും ഉറങ്ങി കിടക്കുന്നുണ്ട്. ടീച്ചർ ഒരാളെ കണ്ട് ഷോക്കാവും, എന്തുവാടാ ഞാൻ സ്വപ്നം കാണുവാണോ ഷെങ് നീ ഉറങ്ങുന്നില്ലേ ഏതിന് ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവനും നോ ടീച്ചർ എനിക്ക് പഠിക്കണം, ഞാൻ നല്ല കുട്ടിയായി, ടീച്ചർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം ഏതിന് ഇവനും പറയുമ്പോഴാണ് ടീച്ചർ മൊത്തം സന്തോഷത്തിലായി. എങ്കിൽ പിന്നെ ഷെങ് ഈ f(x) എന്തോന്ന് പറഞ്ഞേ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചേ ഉള്ളു ഏതിന് ടീച്ചറും ചോദിക്കുമ്പോഴാണ് അവനും പറയാൻ വരും f(x) എടാ മണ്ട f(x) അയ്യോ ഞാനും മറന്നുപോയല്ലേ ഏതിന് ഇവ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ബുക്ക് കുറിച്ച് വെക്കും. അപ്പനാണ് അവളും നോക്കിയിട്ട് എടാ f(x) ax ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും എന്തുവാ ax ആണോ ഏതിന് അവൻ ചോദിക്കും. അപ്പനാണ് അവള് മറന്നുപോയിട്ട് അല്ല bx ax ആണോ bx ആണോ ഏതിന് അവ രണ്ടും കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ടീച്ചറും ഷെങ് മോൻ അവിടെ ഇരുന്നോ ഞാൻ പഠിപ്പിച്ച് നീ കേട്ടില്ലെന്ന് തോന്നേ കുഴപ്പമില്ല ഏതിന് ടീച്ചർ അവനെ ഇരുത്തും. അപ്പനാണ് സാക്ഷിയും എടാ നീ ഒന്ന് ഇൻസൾട്ട് ആവണ്ട, നമ്മൾ തുടങ്ങിയതേ ഉള്ളു, നിന്നെ കൊണ്ട് പറ്റും ഏതിന് ഇവർ രണ്ടുപേരും കൂടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇന്ന് പഠിച്ചോണ്ടിരിക്കും. അപ്പനാണ് അവള് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞിരുന്നുണ്ട് അവളുടെ കഴുത്തിങ്ങനെ വേദന എടുക്കും. ഇത് മനസ്സിലാക്കി അവനും എടാ നീ പോയി അവിടെ ഇരിക്കും, അവൾ എത്ര സമയം കൊണ്ടാ തിരിഞ്ഞെന്ന് പറഞ്ഞിരുന്നത് ഏതിനെ സാക്ഷിയെ പിടിച്ച് അടുത്തിരുത്തി ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്ന ജിൻഹാന് ചെറുതായിട്ട് ജലസാകും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് പഠിക്കുന്ന പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് അവിടേക്ക് അവന്റെ കൂട്ടുകാരന്മാർ വരുന്നത്. ഷെങ് നമുക്കിന്ന് മാച്ച് ഇല്ലേ വാ ബാസ്കറ്റ്ബോൾ കളിക്കാം ഏതിന് അവന്മാർ കളിക്കുമ്പോഴാണ് ഇവനും സോറിടാ കുട്ട ഇത് ഞാൻ ഇവളുടെ പഠിക്കാൻ പോവാ, സാക്ഷിയും ഞാനും കട്ട പഠിത്തത്തില്ല ഏതിന് ഇവനും പറയുമ്പോ തന്നെ അവന്മാര് പേടിച്ച് അവിടെ നിന്നും പോകും. അതിനേശ് ഇവളും പുറത്തേക്ക് ഇറങ്ങിയിട്ട് എടാ ഷെങ് എനിക്കിപ്പോഴാ മനസ്സിലായി ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ വേറൊരു കാര്യം കൂടെ ചെയ്യും, പഠിപ്പിച്ച സാധനങ്ങൾ വീണ്ടും ഒന്നും കൂടെ പഠിക്കുന്നു, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പഠിക്കാം. ഇനി പറ f(x) എന്തുവാ ഇന്ന് ടീച്ചർ നിന്നോട് ചോദിച്ചേ ഉള്ളു ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും f(x) ax ആണോ bx ആണോ നിന്നോട് പറഞ്ഞില്ലായിരുന്നല്ലേ ഏതിന് ഇവ രണ്ടും സംസാരിച്ചോണ്ട് വന്നേക്കെ ലീലയും കണ്ട് ദേഷ്യത്തിരിക്കും. അങ്ങനെ ഇവ രണ്ടും പഠിച്ചോണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് അവന്റെ കൂട്ടുകാരന്മാരും വരുന്നത്. എടാ ഷെങ് സീനായി മൊത്തത്തിൽ സീനായി ഏതിന് അവന്മാര് പറയുമ്പോഴാണ് അവനും എന്തുവാടാ സീനായ കാര്യം പറ, അതോ മറ്റേ ക്ലാസ് 3 ഇല്ലേ അവന്മാര് ഗ്രൗണ്ട് എടുക്കുവാന്ന് ഇന്നെ തൊട്ട് നമ്മളെ കളിപ്പിക്കത്തില്ലെന്ന് പറയുന്നത് ഏതിന് ഇവന്മാര് പറയുമ്പോഴാണ് അവനും എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സ്ഥലം അവന്മാർ എടുക്കോടാ, അത് നമ്മുടെ ഗ്രൗണ്ടാ ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവന്മാരും പിന്നെ ഷെങ് അത് മാത്രമല്ല നിന്നെ തോൽവിന്ന് വിളിച്ച അവന്മാര്, അതുകൊണ്ട് ഇന്നാരാന്ന് നീ തെളിയിക്കണം വാ നമുക്ക് മത്സരത്തിനോ ഏതിന് ഇവന്മാര് പറയുമ്പോഴാണ് അവനും ദേശത്തി എന്നെ തോൽവിന്ന് വിളിക്കുന്നോ നാണമ്മാനില്ലാത്തവരെ ദാ വരുന്നതാ ഞാൻ ഏതിന് അവന് മാച്ചിന് പോകുമ്പോഴാണ് ഇത്
കണ്ട് സാക്ഷിയും അവനെ പഠിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്. അപ്പനാണ് ഇത് കണ്ട് അവന്മാർ രണ്ടുപേരും കൂടെ സാക്ഷി നീ പഠിക്കുന്നെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ചോ, ഇപ്പൊ ഞങ്ങൾക്ക് ഷെങ്ങിന് ആവശ്യമുണ്ട്. ഏതിന് അവന്മാര് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അവനും കിങ് കോങ് നമുക്ക് പിന്നെ പഠിക്കാം, ഞാൻ പോയി പെട്ടെന്ന് നീ കളി തീർത്തിട്ട് അങ്ങ് വരാം. അവന്മാരിനെ തോൽവിയെന്ന് വിളിച്ച്. ഏതിന് ഇവനും പറയുമ്പത്തിന് ബാക്കിൽ നിന്ന് ലിങ്ഷി വരും. ഷെങ് നീ മാത്രം പഠിച്ചില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മ രണ്ടുപേരും ഒരേ സീറ്റ് വരുമെന്ന. ഗുഡ് ലക്ക്, നമ്മൾ ഫ്രണ്ട്സാ. എന്നിന് ഇവളും പറയുമ്പോഴാണ് അവനും പേടിച്ചിട്ട് അയ്യോ ലിങ്ഷി മോൾ ഇവിടെ ഉണ്ടായിരുന്ന, നീ എന്തിനാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ പഠിച്ച് മുന്നോട്ട് പോകാം. കിങ് കോങ് നീ പറഞ്ഞ കറക്റ്റാ, നമുക്ക് പഠിക്കണം. ഏതിന് അവന് ലിങ്ഷിയെ പേടിച്ച് അവളുടെ കൂടെ അവിടെ നിന്ന് പോകും. ഇത് കണ്ട് അവന്മാരും കരഞ്ഞോണ്ടിരിക്കും. എടാ ബോസ് ഇനി നമ്മുടെ കൂടെ കളിക്കാൻ വരത്തില്ല, എല്ലാം ലിറ്റിൽ കിങ് കോങ് കാരണം, അവളാ ഷെങ്ങിനെ ബ്രെയിൻ വാഷ് ചെയ്ത. എന്നിന് ഇവന്മാര് ഫീൽ ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ ലീലി അവളുടെ ഗ്രൂപ്പായിട്ടെന്ന് കേൾക്കും. അതുകൊണ്ട് ഇവരെ ഫോളോ ചെയ്ത് ലീലയും പുറകെ പോകും. അങ്ങനെ സാങ്ഷ്യം ബുക്ക് തുറന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവനും ചോദിക്കുന്നത് ലിറ്റിൽ കിങ് കോങ് നിനക്ക് എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും, നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും എടാ മണ്ട നമ്മൾ പഠിക്കാനാ വന്നെ അല്ലാതെ കഴിക്കാനല്ല. ഏതിന് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് അവനും അതിനിപ്പോ എന്തുവാ നമുക്ക് കഴിക്കുന്ന ഇടയ്ക്കൊക്കെ പഠിക്കാം. ഏതിന് ഇവനും പറയുമ്പോഴാണ് അവൾക്കൊന്നും മനസ്സിലാവാതെ എടാ പഠിക്കുന്ന ഇടയ്ക്ക് ശകലം സ്നാക്സ് കഴിക്കാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നീ സ്നാക്സ് തന്നെ മെയിൻ ആയിട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പഠിക്കണം എന്ന് പറഞ്ഞ എങ്ങനെ. ഏതിന് ഇവളും പറഞ്ഞിട്ട് പഠിക്കുമ്പോഴാണ് അവനും ചോദിക്കുന്നത് കിങ് കോങ് ഞാൻ എന്തിനു നിന്റെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നറിയാവോ, കാരണം നമ്മൾ ഒരുമിച്ച് ഫ്യൂച്ചറിൽ ഫാമിലി ആയിട്ട് എപ്പോഴും കഴിക്കണമല്ലോ, അതുകൊണ്ടാ. എന്നിട്ട് ഇവന് റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്ക് രോമാഞ്ചം വന്ന് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പനാണ് അവനും എങ്ങനെയുണ്ട് ഈ ഡയലോഗ് ഒക്കെ നിന്നെ അട്രാക്ട് ചെയ്തില്ല, ശരി ശരി നീ ദേഷ്യപ്പെടണ്ട, നമുക്ക് ആദ്യം പഠിക്കാം, ഞാൻ മിണ്ടായിരുന്നോളാം, എനിക്ക് ഒരു സെക്കൻഡ് പോലും പഠിച്ചില്ലെങ്കിൽ വിഷമം വരും. ഏതിന് അവനും പുറത്തേക്ക് ചെന്ന് ആൾ കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചോണ്ട് വരും. അപ്പനാണ് ഇത് കണ്ട് അവളും എടാ ഞാൻ പറഞ്ഞില്ല പഠിക്കാൻ പോവാ, എനിക്കൊന്നും വേണ്ട. ഏതിന് ഇവളും മൈൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് അവനൊരു പീസ് എടുത്ത് അവളുടെ ഫ്രണ്ട് വെച്ചിട്ട് നിനക്ക് സത്യത്തിൽ വേണ്ടേ. ഏതിന് അവളുടെ അടുത്ത് നാട്ടി കളിക്കുമ്പോഴാണ് അവൾക്ക് കൊതിയൊന്ന് അതെടുത്താൻ കഴിക്കും. അതോടെ അത് ഫുള്ള് അവളുടെ അടുത്ത് വാരി കഴിക്കുമ്പോഴാണ് ഇതൊക്കെ അവൻ സന്തോഷത്തിൽ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്കറിയാം നീ വൻ തീറ്റയാണ്, നിന്നെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിൽ പിന്നെ നമ്മൾ കഴിച്ചിട്ട് പുറത്ത് കളിക്കാൻ പോയല്ലോ, എക്സസൈസ് ആവും. ഏതിന് ഇവൻ വിളിക്കുമ്പോഴാണ് അവളും എടാ മണ്ട നമ്മൾ പഠിക്കാനാ വന്ന് ഇതൊരൊന്നും പഠിച്ചില്ല. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും അയ്യോ നീ കണ്ടുപിടിച്ചോ, ഞാൻ നൈസിനെ അങ്ങ് മുങ്ങാന്ന് വിചാരിച്ചേ, നിന്റെ ബ്രെയിൻ ഇടയ്ക്കൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഏതിന് അവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ അവിടെ നിന്ന് ലീലിയും ജലസായി കണ്ടോണ്ടിരിക്കും. അതേസമയം ജിൻഹാന് വീട്ടിൽ ഇരുന്ന് സാക്ഷിക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ നോട്ട്സ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പരാണ് ഇത് കണ്ട ബോഡി ഗാർഡും എടാ ജിൻഹാൻ നീ ആ ഡെസ്ക് മേറ്റ് ആയിട്ട് കുറെ ക്ലോസ് ആയെന്ന് തോന്നല്ല, അവൾക്ക് വേണ്ടി നോട്ട്സ് ഒക്കെ എഴുതി കൊടുക്കുന്നു. ഏതിന് ഇയാൾ ചോദിക്കുമ്പോഴാണ് അവനും ടെൻഷനായി. ഇത് ഞാൻ സ്നേഹത്തെ എഴുതി കൊടുക്കുന്നല്ല, അവൾ വേറൊരുത്തിനെ പഠിപ്പിക്കുന്നുണ്ട്, ഇവള് പൊട്ടത്തരം പറഞ്ഞു കൊടുത്ത് അവനും കൂടെ തെറ്റണ്ട, അതാ ഞാൻ അവർക്ക് ക്ലിയർ ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാവുന്ന നോട്ട്സ് എഴുതി കൊടുക്കുന്നത്. ഏതിന് ഇവനും പറയുമ്പോഴാണ് ആ ചേട്ടനാന്ന് വിശ്വസിക്കാതെ ആ ഓക്കെ മോൻ എഴുതിക്കോ ഞാൻ വീട്ടിൽ പോവാ. ഏതിന് അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ സാക്ഷി അവനെ പഠിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുമ്പോഴാണ് അവളുടെ ഓൺലൈൻ ഫ്രണ്ടും ഇവളയച്ചെന്ന ജിൻഹാന്റെ സിഗ്നേച്ചർ ഇട്ടെന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ടേക്കും. അപ്പരാണ് ഇത് കണ്ട് സാക്ഷ്യം ജിൻഹാൻ ഞാൻ എങ്ങനെയൊക്കെ പഠിക്കാതെ ലാസ്റ്റ് മാർക്ക് വാങ്ങിക്കും, എന്നാൽ എനിക്ക് നിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഏതിന് അവളും കോൺഫിഡന്റ് ആയിട്ടിരിക്കും. അപ്പരാണ് അടുത്ത ദിവസം ജിൻഹാൻ അവൾക്ക് പഠിക്കാൻ വേണ്ടി അവൻ ഇന്നലെ ഫുൾ എഴുതിയ ബുക്ക് എടുത്ത് കൊടുക്കുന്നത്. ഇത് കണ്ട് അവളും അതേ ഷോക്കായി. അയ്യോ ജിൻഹാൻ എന്നോട് ഇത്രയും കയറോ, എങ്കിൽ പിന്നെ ഞാനിതൊക്കെ പഠിച്ചില്ലെങ്കിൽ അവൻ എഴുതിയ മൊത്തത്തിൽ വേസ്റ്റ് ആവത്തില്ല, പക്ഷെ ഇത് ഫുള്ളും പഠിച്ച് മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് ജിൻഹാന്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, ഇവൻ തന്ന ബുക്കും വെച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം, ഈ തവണ എനിക്ക് ലാസ്റ്റ് മാർക്ക് വാങ്ങിച്ച് ജിൻഹാന്റെ അടുത്തിരിക്കണം. ഏതിന് അവളോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പരാണ് ഇവളെ കണ്ടവനും സാക്ഷി നീയും തെറ്റിരിക്കണ്ട, എന്റെ അടുത്തിരിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ, നീ എന്തോ കുറെ ആലോചിച്ച് കൂട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം സാക്ഷി ഈ നോട്ട് എടുത്ത് ഷെങ്ങിനെ പഠിപ്പിക്കും. അപ്പരാണ് ഇത് വായിച്ചു നോക്കിയിട്ട് അവനും കൊള്ളാലേ ഈ നോട്ട്സ് ഒക്കെ, എനിക്ക് പോലും മനസ്സിലാവുന്നു മാത്സ്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും പിന്നല്ലാതെ ഇത് ജിൻഹാൻ എഴുതിയതല്ലേ, അവനെ പോലെ ബ്രില്യന്റ് ആയിട്ടുള്ള വ്യക്തി നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ ഭാഗ്യം അതൊക്കെ. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവൻ മൊത്തത്തിൽ ഷോക്കായി. എന്തുവാ ജിൻഹാൻ എഴുതിയ നോട്ട്സോ, ഇത് ആദ്യമേ പറയണ്ടേ, എനിക്കൊരു പുല്ല് മനസ്സിലായില്ല, ഞാൻ ഇവിടുന്ന് പോവാ. ഏതിന് അവനും ദേശീയത്തിൽ പോകാൻ നോക്കുമ്പോഴാണ് ഇവളെന്ന് പറഞ്ഞിട്ട് ഷെങ് നീ ഇപ്പൊ എവിടെ പോന്ന്, നമ്മൾ പഠിക്കാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല, ഒരു നീ നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നീ ലാസ്റ്റ് ആയി പോകും, പിന്നെ എനിക്ക് ജിൻഹാന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുമോ. ഏതിന് ഇവൾ അറിയാൻ സത്യം പറഞ്ഞോടെ ഇത് കേട്ട് അവന് ഷോക്കാവും. അപ്പൊ നീ എന്നെ പഠിപ്പിക്കുന്നത് നിനക്ക് ജിൻഹാന്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞാണോ. സാക്ഷി നീ മൊത്തത്തിൽ മാറിപ്പോയി, ഞാൻ വിചാരിച്ച് നിനക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കുവന്ന, ഇപ്പൊ നിനക്ക് ഫുള്ളും ആ ജിൻഹാൻ മാത്രമേ ഉള്ളൂ അല്ലേ, നമ്മളൊക്കെ എത്ര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ചുമ്മാ അതല്ല നീ എപ്പോഴും എന്നെ ഒന്ന് പഠിപ്പിച്ചോണ്ടിരുന്നത്, ഒരു നീ ലാസ്റ്റ് ആണെങ്കിലും നിനക്ക് ഉറപ്പുണ്ടോ ഫസ്റ്റ് വരുമെന്ന്. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവൻ ഉറപ്പായിട്ട് ഫസ്റ്റ് വാങ്ങിക്കുമെന്ന് ഇവൾ കോൺഫിഡന്റ് ആയിട്ട് പറയും. ഇത് കണ്ട് അവന് വിഷമിച്ച് ശരിയെന്ന് അവൻ എങ്ങനെ ഫസ്റ്റ് വാങ്ങിക്കുന്നത് നോക്കട്ടെ. ഏതിന് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ ഈ കാര്യം അവന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴാണ് അവന്മാരൊരു ഐഡിയ പറയുന്നത് ഷെങ് എന്റെ അടുത്തൊരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്, നീ പരീക്ഷയ്ക്ക് ഒന്നും എഴുതാതെ വെറും പേപ്പർ കൊടുത്തേക്ക്, എങ്കിൽ പിന്നെ നീ ആയിരിക്കും ജിൻഹാന്റെ അടുത്ത് ഇരിക്കുന്നത്, ആ സാക്ഷി ഇരിക്കത്തില്ല. ഏതിന് ഇവന്മാർ പറയുമ്പോഴാണ് അവനും ഇറങ്ങി പോടാ, ആ മണ്ടന്റെ അടുത്ത് ഞാനൊന്നും ഇരിക്കത്തില്ല, ഞാനും സാക്ഷിയും അവന്റെ അടുത്ത് ഇരിക്കാത്ത പോലെ എന്തായാലും ഐഡിയ കണ്ടു
കണ്ടെത്തണം. ഏതിന് ഇവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് താമസം എഴുതുന്ന ലിസ്റ്റ് എഴുതുന്ന ആ പയ്യനും വരും. യൂഷങ്, ഇന്ന് എന്റെ അവസാനത്തെ ഡ്യൂട്ടി, ഇന്നെങ്കിലും നീ എനിക്ക് സൈൻ ഇട്ടറണം. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും എന്തോ പറ്റിയടാ, നീ നല്ല പയ്യനായിരുന്നില്ലേ, നിന്നെ എന്തിനാ ജോലിന്ന് പുറത്താക്കുന്നത്. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും എടാ പോടാ, ഇതെന്തോ ശമ്പളം കിട്ടുന്ന ജോലിയാണ്, ഞാനിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്, എനിക്ക് ക്ലാസ്സിൽ പഠിക്കാനും പറ്റുന്നില്ല, എനിക്ക് വരായിട്ട് ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ആരെയിലൊക്കെ ഡിസിപ്ലിൻ ലീഡർ ആകണ്ട. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും ഓ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണോ ഇനി അടുത്ത ഡിസിപ്ലിൻ ലീഡറിനെ ചൂസ് ചെയ്യുന്നത്, ഇപ്പൊ കിട്ടിയടാ പ്ലാൻ. ഏതിന് അവനും ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് സാക്ഷി ഇവൻ വരുന്ന കണ്ടിട്ട് ഷെങ് നിനക്ക് എന്നോട് ദേഷ്യമാണോ. ഏതിന് അവനും ദേഷ്യത്തിരിക്കുമ്പോഴാണ് ടീച്ചർ അവിടെ വരുന്നത്. സ്റ്റുഡൻസ്, അടുത്ത ആഴ്ച ഫുള്ളും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരെയിലൊക്കെ താമസിച്ചവരുടെ പേരൊക്കെ എഴുതിക്കണം, അതുകൊണ്ട് ആരെ ഡിസിപ്ലിൻ ലീഡർ ആക്കണം, നിങ്ങൾക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടോ. ഏതിന് ടീച്ചർ ചോദിക്കുമ്പോഴാണ് ഷെങ് ചാടി എന്നിട്ട് ഇതാ സമയം എന്ന് പറഞ്ഞ് അവൻ കൈവെക്കും. ടീച്ചറെ, ഡിസിപ്ലിന്റെ രാജാവ് നമ്മുടെ ജിൻഹാനുള്ളപ്പോ നിങ്ങൾ ആരെ റെക്കമെൻഡിന് വിളിക്കുന്നത്. ഏതിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവന്റെ കൂട്ടുകാരും വരും. ബോസ് നിങ്ങൾ പൊളിച്ച്, അവനെ ഡിസിപ്ലിൻ ലീഡർ ആക്കുവാണെങ്കിൽ അവന് പഠിക്കാനും സമയം കിട്ടത്തില്ല, അപ്പൊ അവൻ ഫസ്റ്റും വാങ്ങിക്കത്തില്ല. ഏതിന് ഇവന്മാരൊക്കെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ സാക്ഷ്യം കേട്ടിട്ട് എടാ പന്നി, നീ അനിമ മാസ്റ്റർ പ്ലാൻ ഒക്കെ ചെയ്തോ. ഏതിന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഷെങ്ങും മിണ്ടായിരടാ, ഇവളെല്ലാം ഒട്ടിട്ടോണ്ടിരിക്കുക മിണ്ടാരി. ഏതിന് ഷെങ് അവന്മാര് മിണ്ടായിരിക്കാൻ പറയും. അപ്പനാണ് ടീച്ചറും എടാ ഷെങ്, നീ എന്തിനാ അവനെന്തിനും ചൂസ് ചെയ്തത്, എന്തെങ്കിലും റീസൺ പറ. ഏതിനെ ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവനും ടീച്ചറെ റീസൺ ഒന്നല്ല കുറെ ഉണ്ട്, ഇവനെ പോലെ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഇവിടെ ആരുണ്ട്, നമ്മുടെ ക്ലാസ്സിലല്ല നമ്മുടെ സ്കൂളിൽ തന്നെ ഇവനാ ഫേമസ്, അവൻ ഇത്രയ്ക്ക് ഫേമസ് ആയ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇവനെ കാണാൻ വേണ്ടി തന്നെ പിള്ളേരൊക്കെ നേരത്തെ വരും, അതേപോലെ ഇവൻ ഡിസിപ്ലിൻ ലീഡറായ അവന്റെ ഫാൻസ് മൊത്തത്തിൽ ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. ഏതിന് അവനും പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുമ്പോഴാണ് ടീച്ചറും അവൻ ഡിസിപ്ലിൻ ലീഡർ ആകുന്നത് സമ്മതം ചോദിക്കും. അപ്പോഴാണ് ഷെങ്ങിന്റെ പ്ലാൻ മനസ്സിലാക്കി സാങ്ഷ്യം വേണ്ടെന്ന് പറയുമ്പോഴാണ് ഷെങ് അവനെ കുറച്ച് ദേഷ്യപ്പെടുത്താൻ നോക്കും. ജിൻഹാൻ, ഇത്ര നിന്നെ കുറിച്ച് പൊക്കി പറഞ്ഞു, ഇനി നീ പറ്റത്തില്ലെന്ന് പറഞ്ഞാലേ നിന്റെ വില മൊത്തത്തിൽ പോവും, എന്തോ പറയുന്നു. ഏതിന് ഇവനും ചോദിക്കുമ്പോൾ തന്നെ ജിൻഹാൻ അത് വീണുപോയി അവന് ലീഡർ ആകാൻ സമ്മതിക്കും. അതോടെ ഷെങ്ങും പ്ലാൻ സക്സസ് എന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ സന്തോഷത്തിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഷെങ് അവന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചോണ്ട് നേരത്തെ തന്നെ സ്കൂളിൽ വരും. അപ്പോഴാണ് അവന്മാർ ഉറക്കത്തി ബോസ് ഞങ്ങൾ എന്തിനാ നേരത്തെ വിളിച്ചോണ്ടെന്ന്. ഏതിന് ഇവന്മാർ ചോദിക്കുമ്പോഴാണ് അവനും എടാ ഇത് നമ്മുടെ ജിൻഹാന്റെ ആദ്യത്തെ ഡ്യൂട്ടി അല്ലേ, നമ്മളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യണം. എന്ന് ഇവൻ പറയുമ്പോഴാണ് അവന്മാരും ഓ ബോസ് നിങ്ങൾ പൊളിയാ, ഞങ്ങൾ പറയണമെന്നിരുന്ന ഇത്രയ്ക്ക് വലിയ ഐഡിയ ഞങ്ങളോലും ആലോചിച്ചില്ല, ഇനി അവന് പഠിക്കാനും സമയം കിട്ടത്തില്ല. ഏതിന് ഇവന്മാർ അറിയുമ്പോഴാണ് അവനും ചുമ്മാതാണോടാ നിങ്ങൾക്കൊക്കെ ഞാൻ ബോസ് ആയിട്ടിരിക്കുന്നത്. ഏതിന് ഇവന്മാർ നോക്കുമ്പോഴാണ് അവിടേക്ക് എല്ലാ ഗേൾസ് അവനെ ചുറ്റിങ്ങി നിൽക്കും. അപ്പോഴാണ് ഇതുകൊണ്ട് ഷെങ് അടുത്തേക്ക് ചെല്ലുന്നത്. എടാ നീ എന്തോ ഡിസിപ്ലിൻ ലീഡറോ അല്ലല്ലോ ഫാൻസ് കമ്മിറ്റി നടത്തുന്നത്, ഫുള്ള് നിന്റെ ഫാൻസ് ആണല്ലേ. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവനും ഷെങ് ഗുഡ് മോർണിംഗ്, നിന്റെ ഗുഡ് മോർണിംഗ് ആർക്കാണോടാ. ഏതിന് അവന്മാരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നേരത്തെ തന്നെ സാങ്ഷ്യം വരും. അപ്പോഴാണ് ഇതുകൊണ്ട് അവന് കൈവെക്കുമ്പോൾ ഇവളോട് ദേഷ്യത്തിലെന്നറിഞ്ഞ് അവനും കൈ താത്തിടും. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഷെങ് നിനക്ക് ഇപ്പോഴെന്നോട് ദേഷ്യം ഉണ്ടോ. ദേഷ്യം ഉണ്ടോന്നോ, ഞാൻ മിണ്ടില്ല, ഇന്ന് നേരത്തെ ആണല്ലേ, ആരെ കാണാനാ. ഏതിന് ഇവനെ അവളെ ആക്കും. അപ്പോഴാണ് സാങ്ഷ്യം ജിൻഹാനെ കണ്ടിട്ട് ജിൻഹാൻ നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും എനിക്കൊന്നും സഹായം ആവശ്യമില്ല, നീ ആദ്യം ടൈ നല്ലോണം ഇട്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് ഷെങ്ങും കിങ്കോങ് അവിടെ നിൽക്കി, ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞ് നീ ശരിയാക്കോ, അത് നമുക്ക് കാണണമല്ല. ഏതിന് ഇവന്മാരുണ്ടേരും കൂടെ ഐ കോണ്ടാക്ട് ചെയ്ത് അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സാങ്ഷ്യം ഇനി ഇവിടുന്ന് പ്രശ്നം എന്ന് പറഞ്ഞ് നൈസിന് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവരുടെ ഇടയിൽ കൂടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ലിങ്ഷി നടന്നു വന്നത്. അപ്പോഴാണ് ഇത് കണ്ട് ഷെങ്ങും ഇവൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ, നമ്മുടെ ജിൻഹാനെ മൈൻഡ് ചെയ്തില്ല. ഏതിന് അവന്മാരും ഒന്നിനും കൂടെ കളിയായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം വേറൊരുത്തിന് അറിയാത്ത അറിയിലേക്ക് പേപ്പർ ഇടുമ്പോഴാണ് ജിൻഹാന്റെ ഫാൻസ് ഒക്കെ ഒന്ന് അവനെ ഡിസിപ്ലിൻ പഠിപ്പിക്കും. ഏത് ക്ലാസ് ആണ് നീ, ക്ലാസിന്റെ പുറത്താണ് പേപ്പർ ചുറ്റി കൂട്ടിയിടുന്നത്. ഏതിന് അവരെ പറയുമ്പോഴാണ് ഇത് കണ്ട് ഷെങ് ഷോക്കായി എന്റെ പൊന്നോ ഇത്രയ്ക്ക് നല്ല പിള്ളേരോ. ഏതിന് അവന്റെ ഫാൻസ് കാണിക്കുന്നുണ്ട് ഇവ മൊത്തത്തിൽ സഹിക്കാൻ പറ്റാതിരിക്കും. അതിനുശേഷം അവന് മനഃപൂർവ്വം ജിൻഹാൻ താമസിച്ച് ക്ലാസ്സിൽ പോകാൻ വേണ്ടി അവന് പതിയെ സ്കൂളിലേക്ക് വരുത്തുള്ളു. കറക്റ്റ് സമയമായി, പേരെഴുതിക്കോ. ഏതിന് അവന് ജിൻഹാനെ വെറുപ്പിച്ചോണ്ടിരിക്കും. എടാ വാടാ വാടാ ബാസ്കറ്റ് ബോൾ കളിക്കാം, അടുത്ത മാത്സ് ക്ലാസ് അല്ലേ. എന്നിട്ട് അവന് ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഇത് കണ്ട് ജിൻഹാന് ബുക്ക് എടുത്ത് അവന്റെ പേര് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ഡിസിപ്ലിൻ ഇല്ലാതെ മനഃപൂർവ്വം ചെയ്തോണ്ടിരിക്കും, കാരണം എന്നാലേ ജിൻഹാന് ചീത്ത പേര് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ്. ഇത് മനസ്സിലാക്കി അവളും ജിൻഹാനെ പറഞ്ഞിട്ട് വെയിറ്റ്, നീ അവന്റെ പേര് ബുക്കിനകത്ത് ചെയ്തണ്ട, ഞാൻ അവനെ തിരിച്ചു വിളിച്ചോണ്ടരാം. ഏതിന് ഇവള് ഷെങ്ങിനെ ഫോളോ ചെയ്തു പോകും. എടാ നീ തിരിച്ച് ക്ലാസ്സിലേക്കോ, ഞാൻ നിന്നെ വിടില്ല. ഏതിന് അവള് തടയുമ്പോഴാണ് അവനും എടി എന്റെ പാന്റ് വിടടി, നീ അത് ഊരിയിടാതെ, എന്റെ ട്രൗസറും കൂടി ഊരിപ്പോവും. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്നോട് സത്യം പറയാതെ പഠിപ്പിച്ചത് തെറ്റാ, പക്ഷെ നീ ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ജിൻഹാന് പ്രശ്നം ഉണ്ടായി കൊടുക്കുക, എനിക്കത് മനസ്സിലാവുന്നു. ഏതിന് ഇവരുടെ വഴക്കൊടുക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പ്രിൻസിപ്പൾ വരുന്നത്. എന്തുവാടി നീ ചെയ്യുന്ന, കൈയെടുക്ക് അല്ലെങ്കിൽ അവന്റെ പാന്റ് മൊത്തത്തിൽ ഊരിപ്പോവും. ഏതിന് പ്രിൻസിപ്പള് ഇവരെല്ലാരും കൂടെ പൊക്കും. സ്നേഹമുള്ള പ്രിൻസിപ്പളെ സോറി. ഏതിന് ഷെങ് സോറി ചോദിക്കുമ്പോഴാണ് പ്രിൻസിപ്പൾ അവരോട് ദേഷ്യപ്പെടുന്നത്. എടാ ഷെങ്, നീ എപ്പോഴും ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തേക്ക് പോകണോ. അല്ല സാറേ, ഞാൻ ഇന്ന് മാത്രം ട്രൈ ചെയ്തോളൂ, പക്ഷെ അത് മൊത്തത്തിൽ ഫെയിലായി, ഇനി ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യത്തില്ല. ഡാ സീരിയസ് ആയിട്ട് പറ. ഓക്കെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്നെ പൊക്കാത്ത പോലെ ഞാൻ നോക്കിക്കോണം. ഇനിയിപ്പോ എന്തോ പരിപാടി, എന്റെ വീട്ടിൽ വിളിച്ച് പറയാൻ പോകണോ അല്ലെ ഇനി തെറ്റെഴുത്തില്ലെന്ന് ഒരു പേപ്പറിനകത്ത് എഴുതി തരണോ. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് പ്രിൻസിപ്പൾ ഒരു ബാൻഡ് എടുത്ത് അവന്റെ കൊടുക്കുന്നത്. രണ്ടും അല്ല, ഇനി തൊട്ട് നീയാ നമ്മുടെ സ്കൂളിലെ ഡിസിപ്ലിൻ ലീഡർ, എടുത്തോ. എന്നിന് പ്രിൻസിപ്പൾ പറഞ്ഞോടെ അവനൊന്നും മനസ്സിലാവത്തില്ല.
അല്ല എന്തോ ഞാൻ ഡിസിപ്ലിൻ ലീഡറോ? ഇങ്ങനെ എന്നെ കളിയാക്കുവാണ്. ഏതിന് ഇവനെ എടുത്തു നോക്കുമ്പോഴാണ് പ്രിൻസിപ്പളും പറയുന്നത്, യൂഷങ് ഇനി തൊട്ട് നീയാ നമ്മുടെ സ്കൂളിലെ ഡിസിപ്ലിൻ ലീഡർ, മനസ്സിലായോ? പ്രിൻസിപ്പളെ നിങ്ങൾക്ക് ബോധമുണ്ടോ? എന്നോട് തന്നെയാണ് ഈ ജോലി പറയുന്നത്. ഏതിന് അവനും ചോദിക്കുമ്പോഴാണ് പ്രിൻസിപ്പളും ആ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നത്. അപ്പോഴാണ് ജിൻഹാനും ഇതിന്റെ കാര്യമായിട്ട് പ്രിൻസിപ്പളിനോടൊന്ന് സംസാരിക്കും. സാർ, ഈ സ്കൂളിലെ ഡിസിപ്ലിൻ തെറ്റിക്കുന്ന ഒരേ ഒരാള് യൂഷങ്, അവനെ ഡിസിപ്ലിൻ ലീഡർ ആക്കുവാണ്, പിന്നെ ഒരു തെറ്റും സംഭവിക്കത്തില്ല. എന്നിട്ട് ജിൻഹാനാണ് പ്രിൻസിപ്പളിന് ഐഡിയ കൊടുത്തത്. അങ്ങനെ ഈ കാര്യമൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് പ്രിൻസിപ്പളും ജിൻഹാനേക്കാളും ഒരു നല്ല ലീഡറായിട്ട് ഇവനെ കൊണ്ട് ആകാൻ പറ്റത്തുള്ളൂ പ്രിൻസിപ്പൾ പറയുമ്പോഴാണ് അവൻ ഇതിന്റെ പുറമുള്ള ഐഡിയ ഒന്നും മനസ്സിലാവാതെ, കൊള്ളാം അപ്പൊ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാല്ലേ എന്നിന് അവന് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് പ്രിൻസിപ്പളും സത്യം പറയുന്നത്, ഈ സ്കൂളിൽ ഡിസിപ്ലിൻ തെറ്റിക്കുന്നത് നീ ഒരുത്തനാ, അതുകൊണ്ട് നിന്നെ ലീഡറാക്കിയ പിന്നെ ആരും തെറ്റ് ചെയ്യത്തില്ല. ഏതിനെ സാറും പറഞ്ഞോടെ അവന് ഷോക്കായി, ചുമ്മാതല്ല ഇങ്ങനെ എന്നെ ലീഡറാക്കിയ. ഏതിന് അവന് അടുത്ത ദിവസം തൊട്ട് സ്കൂളിലെ ഡിസിപ്ലിൻ ലീഡറാകും. ബോസ്, നമ്മൾ സത്യത്തിൽ ഒരു വലിയ ആളായി, നമ്മളെ വെട്ടിച്ച് ആരെ ഇവിടെ പോന്നേന്ന് നോക്കാം, നമുക്കെന്തോ പവർ കിട്ടിയതുപോലെ തോന്നുന്നത്. ഏതിന് അവന്മാർ പോകുന്നൊരു സന്തോഷത്തിൽ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ജിൻഹാനും വരുന്നത്. ഗുഡ് മോർണിംഗ് ഡിസിപ്ലിൻ ലീഡർ. ഏതിന് അവന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കണ്ട അവനും, പോടാ അടുത്ത പ്രാവശ്യം താമസിച്ചാൽ നിന്നെ പൊട്ടിക്കും. എടാ കണ്ണാടി, നീ എവിടെ പോന്ന്? നിന്റെ യൂണിഫോം എവിടെ? ഷട്ടം തുറന്ന് എന്തോടെ പൂച്ചക്കുട്ടിയോ? ഏത് ക്ലാസ് എന്ന് പറഞ്ഞ് സൈൻ ഇട്ടോ? ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും, എടശൻ നീയൊക്കെ എന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന, നിനക്കാ സത്യത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത. ഏതിന് അവൻ പറയുമ്പോഴാണ് ഇവനും, എടാ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ യൂണിഫോം ഇടാതെ എന്നെ തെറ്റ് പറയുന്നു. ഏതിന് അവനെ പേടിപ്പിക്കുമ്പോഴാണ് അവിടേക്ക് ലീലി അവളുടെ ഗ്രൂപ്പായിട്ട് വരും. യൂഷങ്, നീ എന്തോ എല്ലാരും പേടിപ്പിക്കുകയാണ് നിന്റെ പവറും കൊണ്ട്. ഏതിന് ഇവള് വയ്ക്കുമ്പോഴാണ് അവനും, ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല, ഒരേശം നീ റൂൾ തെറ്റിക്കുവാണ് ഞാൻ നിന്നെ പേടിപ്പിക്കും. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ഞാൻ എന്തെങ്കിലും ഡിസിപ്ലിൻ തെറ്റിച്ചോ നോക്ക്, ഞാൻ കറക്റ്റ് ആയിട്ട് ഇന്ന് സ്കൂളിൽ വരുന്നത്. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും, ഓ പിന്നെ നീ ഫുള്ളും ഡിസിപ്ലിൻ ആണെന്നാണ് നിന്റെ വിചാരം, ഞാനിപ്പോ കണ്ടുപിടിച്ചത് നിന്റെ തെറ്റ്. ഏതിന് അവൻ അവൾ സ്കാൻ ചെയ്യുമ്പോഴാണ് അവന്മാരും പറയുന്നത്, ബോസ് ഇവള് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ മേക്കപ്പ് ഇട്ടൂടാ. ഏതിന് ഇവന്മാർ പറയുമ്പോഴാണ് അവനും, ആ നീ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ഇനി നീ എന്താ പറയുന്നത്? എടാ മണ്ടത്തരം പറയാതെ, ഞങ്ങളുടെ ലീല മേക്കപ്പ് ഇല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാ, ചുമ്മാതല്ല ഞങ്ങളുടെ ബ്യൂട്ടി ക്ലബറിന്റെ ലീഡറായ. ഏതിന് അവരൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് ഇത് ലീലയും, യൂഷങ് നിനക്കൊരു പക്ഷേ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വേണേ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്ത് കാണിക്കട്ടെ. ഏതിന് ഇവൾ അടുത്തേക്ക് നിൽക്കുമ്പോഴാണ് അവനൊരു സെക്കൻഡ് ഷോക്കായിട്ട്, അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ മേക്കപ്പ് ഇട്ട് ആരാ പറഞ്ഞ? ഇവന്മാർ ചുമ്മാ മണ്ടത്തരം പറഞ്ഞ് നമ്മൾ തമ്മിലൊക്കെ ഭക്ഷണമാണോ? മോള് ക്ലാസ്സിൽ പോയിക്കോ. ഏതിന് അവരെ പറഞ്ഞു വെച്ചിട്ട് ഇവരും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പോടി, ഫുള്ള് ഷോയാ ഇവരൊക്കെ, നമ്മൾ നാണം കെട്ട ആരും കണ്ടില്ലല്ലോ, ഓക്കെ അതേ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തോ. ഏതിന് ഇവന്മാരും ക്ലാസ്സിലേക്ക് ചെല്ലും. ബോസ്, നിങ്ങൾ ഡിസിപ്ലിൻ ലീഡർ ആയതോടെ കുറെ പേര് ക്ലാസ്സിൽ നിന്ന് മുങ്ങുന്നുണ്ട്, നമുക്കത് പോയി ചെക്ക് ചെയ്യണം. ഞാനുള്ളപ്പോ ആരാടാ മാറുന്നത്? അവൻ അത്രയ്ക്കും ധൈര്യം, വാടാ നമുക്ക് അവനെ ഇപ്പൊ തന്നെ പൊക്കാം. ഏതിന് ഇവന്മാര് മൂന്നേരും കൂടെ അവിടേക്ക് ചെല്ലും. നിന്റെ പേരെന്തുവാടാ? ക്ലാസ് കട്ടിയിട്ട് ഇവിടുന്ന് കഥ വായിക്കുന്ന. ഏതിന് ഇവന്മാര് മൂന്നേരും അവിടേക്ക് ചെല്ലുമ്പോഴാണ് അവിടുന്ന് പ്രിൻസിപ്പൾ എഴുന്നേറ്റ് വെക്കുന്നത്. ഇത് കണ്ട് അവന്മാര് മൊത്തം ചമ്മിപ്പോവും. പെട്ട് കളിക്കൊടുക്ക വായിച്ചോണ്ടിരുന്ന ഇയാളായിരുന്നു. ഏതിന് ഇവന്മാരും തിരിച്ച് ക്ലാസ്സിലേക്ക് ചെല്ലും. എടശങ്, പ്രിൻസിപ്പൾ നിന്നെ പൊക്കിന്ന് അറിഞ്ഞായിരുന്നല്ലേ, ഉള്ളയാണോ? ഏതിനെ സുങ്ഷിൻ ചോദിക്കുമ്പോഴാണ് അവനും, ഹോ എന്നെയൊക്കെ ആര് വെക്കാൻ, ഈ സ്കൂളിൽ ഡിസിപ്ലിൻ തെറ്റിക്കുന്ന ആരായാലും ഞാൻ അവരെ പൊക്കും, കാരണം പവർ എന്റെ അടുത്തുള്ള. പിന്നെ ലിങ്ഷി പ്ലീസ്, ഈ തവണ എങ്ങനെയല്ലേ നീ ജിൻഹാനെ പൊട്ടിച്ച് ഫസ്റ്റ് വാങ്ങിക്കണം, എന്റെ ആകെ വിശ്വാസം നീയാ. ഏതിന് അവൻ അവൾക്ക് എനർജി ഡ്രിങ്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അവളും ബാക്കി ജിൻഹാനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞാനാ ഫസ്റ്റ് എന്ന് അവള് ലുക്ക് കൊടുക്കും. അതോടെ ഷെങ് അവരോടെല്ലാം പറയും, ഡാടാ ഇനി മേലെ ലിങ്ഷെ ശല്യപ്പെടുത്തല്, അവൾ സമാനിച്ച് പഠിക്കണം, നിങ്ങൾ അവളെ ശല്യപ്പെടുത്താൻ പോയാ പിന്നെ നിങ്ങൾ എന്റെ എനിമിയാ. എങ്ങനെയുണ്ട് മോനെ എന്റെ പ്ലാൻ? ഏതിന് അവന് ജിൻഹാനെ നോക്കി റിയാക്ഷൻ കൊടുക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടില്ലേയും എന്തായാലും ഷെങ് ലാസ്റ്റ് വരെ തന്നെ പോകുന്നുള്ളു, അതുകൊണ്ട് ഞാൻ വേണം പഠിച്ച് ഫസ്റ്റ് വാങ്ങിക്കാൻ. ഏതിന് അവള് ഷെങ്ങിന്റെ അടുത്തിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചോണ്ടിരിക്കും. അതിനുശേഷം ടീച്ചർ ഒന്ന് ക്ലാസ് എടുക്കുമ്പോഴാണ് സാക്ഷി മനസ്സിൽ വിചാരിക്കുന്നത്, ജിൻഹാൻ നീ ഒന്ന് ക്ഷമിക്കണ്ട, ഞാൻ കഷ്ടപ്പെട്ട് ലാസ്റ്റ് മാർക്ക് വാങ്ങിച്ച് ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കും, അത് ഉറപ്പ്. ഏതിന് ഇവൾ അവനെ നോക്കുമ്പോഴാണ് അവനൊന്നും മനസ്സിലാവാതെ, എന്തോ പറ്റി? ഏതിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും, ഒന്നുമില്ല, നീ പഠിച്ചിട്ട് ഫോക്കസ് ചെയ്യും, ബാക്കിയില്ല ഞാൻ നോക്കണം. ഏതിന് അവൾ പറയുമ്പോഴാണ് അതേസമയം ബാക്കി ഇരുന്ന് ഷെങ് വലിയ കാൽക്കുലേഷൻ ചെയ്തോണ്ടിരിക്കും. ലിങ്ഷി പഠിച്ച് ഫസ്റ്റ് വാങ്ങിക്കുവാണ്, ലാസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്ന കിങ്കോങ് അവളുടെ കൂടെ ഇരിക്കും, അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ആവും. അതിനർത്ഥം സെക്കൻഡ് ജിൻഹാൻ വാങ്ങിച്ച എനിക്ക് അവന്റെ അടുത്ത് ഇരിക്കണം. പക്ഷേ ഇതൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ലല്ലോ. കുഴപ്പമില്ല, അവൻ കിങ്കോങ്ങിന്റെ അടുത്ത് മാത്രം ഇരിക്കായിരുന്നാ മതി, അതിനുവേണ്ടി ഞാൻ അവന്റെ അടുത്ത് ഇരുന്നാലും കുഴപ്പമില്ല. എന്നാലും ലിങ്ഷിയെ പൊട്ടിച്ച് അവൻ ഫസ്റ്റ് വാങ്ങിച്ചാലോ, പിന്നെ അവനും കിങ്കോങ് ഒരുമിച്ചിരിക്കത്തില്ല. അയ്യോ പുല്ല്, എനിക്ക് ഒരു താങ്ങിയും മനസ്സിലാവുന്നില്ല, ആരാടെ ഫസ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്? അയ്യോ എനിക്ക് വയ്യ. എന്നിന് അവനും പുറത്ത് പറയുമ്പോഴാണ് ഇത് കേട്ട് ടീച്ചറും, യൂഷങ് നീ ഒന്ന് വിഷമിക്കണ്ട, നീ പഠിച്ച നിന്നെ കൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഏതിന് ടീച്ചറും പറയുമ്പോഴാണ് അവനും ചിരിച്ചിട്ട്, എടാ നിങ്ങൾ രണ്ടുപേരും അടുത്തേക്കൊന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏതിന് അവനൊരു പുതിയ പ്ലാൻ ചെയ്യും, കാരണം ഇന്നാണ് എക്സാം നടക്കാൻ പോകുന്നത്. അങ്ങനെ ടീച്ചർ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുമ്പോഴാണ് സാക്ഷി അവൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ കണ്ടാലും അതൊന്നും സോൾവ് ചെയ്യേണ്ടെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ആൻസറും സി തന്നെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ എല്ലാത്തിലും സി സെലക്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഷെങ്ങും പരീക്ഷയ്ക്ക് മുമ്പ് അവന്മാരോട് എന്തോ പറഞ്ഞെന്ന് കാണിക്കുന്നത്, എടാ ഈ തവണ പരീക്ഷയ്ക്ക് നിങ്ങൾ രണ്ടുപേരും പൊട്ടണം, നിങ്ങൾ രണ്ടുപേരും ലാസ്റ്റും സെക്കൻഡ് ലാസ്റ്റ് വാങ്ങിക്കുവാണ്, എനിക്കും കിങ്കോങ്ങിന് ജിൻഹാന്റെ അടുത്ത് ഇരിക്കേണ്ട അവസ്ഥ വരത്തില്ല. എങ്ങനെയുണ്ട്, ഞാൻ ജീനിയസ് അല്ലേ? എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവന്മാരും, ബോസ് അത് കലക്കി, പക്ഷെ ഞങ്ങൾ ഇതുവരെ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. എന്ന് ന്യൂമാർ പറയുമ്പോഴാണ് അവനും, എടാ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, എപ്പോഴും ഞാനല്ല ലാസ്റ്റ് വാങ്ങിക്കുന്നത്, നിങ്ങൾ
നിങ്ങൾ കറക്റ്റായ ആൻസർ ഒന്നും ചൂസ് ചെയ്യല്, അങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് വരും എന്നിന് അവന്മാർക്ക് ഐഡിയ പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് ഷെങ് ഈ തവണ ലാസ്റ്റ് നിന്ന് 4th പ്ലേസ് വരുമെന്ന് പറഞ്ഞ് അവൻ ഓരോന്നൊക്കെ ABCD പറഞ്ഞിട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ലിങ്ഷിയുടെ മൂക്കിൽ നിന്ന് വീണ്ടും ചോര വരുന്നത്. ഇത് കണ്ട് ടീച്ചറും പേടിച്ചു പോയി. ലിങ്ഷി വീണ്ടും നിന്റെ മൂക്കിൽ നിന്ന് ചോര, കുഴപ്പമില്ല ടീച്ചർ, അത് ചൂടിന്റെ. എന്നിന് അവളും തിരിഞ്ഞ് ജിൻഹാനെ നോക്കിയിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പരീക്ഷയെ ഫോക്കസ് ചെയ്യും. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞിട്ട് സാക്ഷി അവനോടും ചോദിക്കും, എടാ ഷെങ് നീ നല്ലോണം പരീക്ഷ ചെയ്തോ? എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, ആര് ഞാനോ? നീ എത്ര സമയമാണെങ്കിലും പ്രാർത്ഥിച്ചോ, നീ ഒരിക്കലും ലാസ്റ്റ് വരത്തില്ല. ആ ലിങ്ഷി നീ എങ്ങനെ പരീക്ഷ ചെയ്തേ, ഫസ്റ്റ് കിട്ടോ? എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഷെങ് നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? അല്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു. ആ എനിക്ക് ഇപ്പോഴാ മനസ്സിലായ, നിനക്ക് എന്റെ കൂടെ ഇരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വരെ ആഗ്രഹിച്ചത്. എന്നിന് ഇവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവനും മൊത്തം ഷോക്കായിരിക്കും. അപ്പോഴാണ് സാക്ഷിയും തിരിഞ്ഞിട്ട്, എടാ നിനക്ക് അവളുടെ അടുത്ത് ഇരിക്കണം, ഒന്ന് പോടി, എനിക്കൊന്നും വേണ്ട. നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നു, അവള് ബ്രില്യന്റാ. എന്തായാലും റിസൾട്ട് വരുമ്പോ അറിയാം ആരൊക്കെ ഒരുമിച്ചിരിക്കാൻ പോകുന്നതെന്ന്. എന്നിന് അവള് സ്വപ്നം കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.